നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആശ്വാസവും ആശങ്കയും പങ്കുവച്ച് മുന്നണികൾ. വോട്ടെണ്ണൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവം വർണ്ണാഭമാക്കാനുള്ള ഒരുക്കത്തിൽ അധ്യാപകരും PTA ഭാരവാഹികളും. PTA ഫണ്ടായി വൻ തുക പിരിച്ചാൽ കർശന നടപടിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. എൽത്തുരുത്ത് സെന്റ് മേരീസ് ആശ്രമ ഇടവക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവകാംഗങ്ങൾ തൃശൂർ അതിരൂപത കാര്യാലയം ഉപരോധിച്ചു. പുതിയ പള്ളി പണിയുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി ഇടവകാംഗങ്ങൾ. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അവശ്യ സംവിധാനങ്ങളില്ലാതെ പുതുക്കാട് താലൂക്ക് ആശുപത്രി. അത്യാഹിത വിഭാഗവും ട്രോമാ കെയർ സംവിധാനവും കാര്യക്ഷമമാകാത്തതാണ് പ്രതിസന്ധിയാവുന്നത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് കൂടും. സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ ഈടാക്കാൻ നീക്കം. വെങ്കിടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബംഗാൾ സ്വദേശി 32 വയസ്സുള്ള ഹമറുള്ള ഹാരിസാണ് മരിച്ചത്. പുന്നയൂർ കുളത്തെ കമലാ സുരയ്യ സ്മാരകത്തിൽ പുസ്തകപ്പുരയുടെ നേതൃത്വത്തിൽ സൌഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. കഥാകൃത്ത് മാനസി മാധവിക്കുട്ടിയുമൊത്തുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരം നേടിയ മാനസിയെ പുസ്തകപ്പുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് പൊന്നാട അണിയിച്ചു. കയ്പമംഗലം പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ പരിശോധനകളും നടപടികളും ശക്തമാക്കി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങൾ അധികൃതർ അടപ്പിച്ചു. പെരിഞ്ഞനം മേഖലയിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തി. അനധികൃതമായി പ്രവർത്തിച്ച തട്ടുകട പൂട്ടിച്ചു. ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യത്തിലാണ് പഞ്ചായത്തും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി പരിശോധന നടത്തിയത്. ഇരിങ്ങാലക്കുട എടക്കുളത്ത് പേരക്കുട്ടിയുടെ വെട്ടേറ്റ വയോധികന്റെ നില ഗുരുതരമായി തുടരുന്നു. എടക്കുളം കോമ്പാത്ത് വീട്ടിൽ കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീകുമാറിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കനോലി കനാൽ അടച്ചതുമൂലം വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ NK അക്ബർ MLA സന്ദർശനം നടത്തി. നാഷണൽ ഹുദ സ്കൂളിന് സമീപം കനോലി കനാലിന് കുറുകെ മണ്ണിട്ട് വെള്ളം കെട്ടി നിർത്തിയതായാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. അനധികൃത മദ്യവിൽപ്പന നടത്തിയ 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചിറമനങ്ങോട് തങ്കമണി സെന്റർ സ്വദേശികളായ കിഴക്കൂട്ടയിൽ വീട്ടിൽ സുരേഷ് ബാബു, കൂളിയാട്ടിൽ വീട്ടിൽ സുന്ദരൻ എന്നിവരെയാണ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പഴഞ്ഞി പെങ്ങാമുക്കിൽ വീട്ടിൽ അഗ്നിബാധ. പെങ്ങാമുക്ക് അയ്യർ റോഡിൽ അയിനിപ്പുള്ളി വീട്ടിൽ കുട്ടിമോന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. കോടന്നൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വാഴകൾ ഒടിഞ്ഞു വീണു. ശാസ്താംകടവ് കുറ്റിപ്പറമ്പിൽ അനിൽകുമാറിന്റെ കൃഷിയിടത്തിലെ 100-ലേറെ വാഴകൾ ഒടിഞ്ഞു വീണു. വടക്കാഞ്ചേരി SNDP ശാഖയുടെ നേതൃത്വത്തിൽ പുതിനംകുന്നത്ത് ശങ്കരന് ശതാഭിഷേക സ്നേഹാദരവ് നൽകി. SNDP താലൂക്ക് യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ വിജയിച്ച NTUC എരുമപ്പെട്ടി യൂണിറ്റിലെ തൊഴിലാളികളുടെ മക്കളെ അനുമോദിച്ചു. NTUC യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. യുവാക്കളുടെ കൂട്ടായ്മയായ ബ്രിഡ്ജ് ബോയ്സ് പുല്ലഴിയുടെ നേതൃത്വത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്രിഡ്ജ് ബോയ്സ് പ്രസിഡന്റ് അനിൽ, സെക്രട്ടറി ശിവപ്രസാദ്, ട്രഷറർ ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് ലോവർ പ്രൈമറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. പാവറട്ടി തീർത്ഥകേന്ദ്ര റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ശിലാസ്ഥാപനം നിർവഹിച്ചു. തൃപ്രയാറിൽ വീടിന് സമീപത്തെ തോട്ടിൽ വീണ് പിഞ്ചുകുഞ്ഞു മരിച്ചു. തൃപ്രയാർ ബീച്ച് ചക്കാലക്കൽ ജിഹാസിന്റെ 1.25 വയസ്സുള്ള മകൻ മുഹമ്മദ് റയാനാണ് മരിച്ചത്. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള പറവച്ചാൽ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിലായി. മഴയ്ക്ക് മുൻപായി ഇരട്ടപ്പാലത്തിനടിയിലെ തടസ്സങ്ങൾ നീക്കി ആഴം കൂട്ടി ആലപ്പാട് പുറത്തൂർ തീരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കടവല്ലൂർ പാടത്ത് പാതയോരത്ത് വെച്ചുപിടിപ്പിച്ച മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റിയ നിലയിൽ കണ്ടെത്തി. പാതയോരത്തെ മരങ്ങൾ നശിപ്പിച്ചവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ചേലക്കര പട്ടികജാതി സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ സംഗമം സംഘടിപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഖുതബ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ശക്തമായ മഴയിൽ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ കോളനിയിൽ കുന്നിടിഞ്ഞു വീണു. വട്ടപ്പറമ്പിൽ ബാബുവിന്റെ വീടിന് സമീപമാണ് കുന്നിടിഞ്ഞു വീണത്. ആളപായമില്ല. കരിവന്തല കൈരളി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സെന്റ് ജോസഫ് ഹൈസ്കൂൾ മുൻ പ്രധാനാധ്യാപിക നൈസി ചെറിയാൻ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ പുഴയ്ക്കൽ പാടത്ത് കാറിൽ ലഹരിമരുന്ന് കടത്തിയ കേസിൽ 2 പേരെ കൂടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ചൊവ്വലൂർപ്പടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ റിയാസ്, ബാംഗ്ലൂർ സ്വദേശി വിക്രം എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. എളവള്ളി പഞ്ചായത്തിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്തിലെ കണ്ടപ്പൻ ചീർപ്പിൽ അടിഞ്ഞുകൂടിയ മുളങ്കൂട്ടം നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിലാണ് മുളങ്കൂട്ടം നീക്കം ചെയ്തത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ രചനാലോകങ്ങൾ എന്ന പേരിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന സംഗമം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് PK ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ഏനാമാവ് പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറമുത്തിയുടെ 8ാമിട തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജെയിംസ് കടവി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ജോർജ് എടക്കളത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. പൂങ്കുന്നം CPM MG നഗർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ആദരം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.